ലൂക്കോസ് അധ്യായം 2. ആ കാലത്ത് ലോകവ്യാപകമായ ഒരു ജനസംഖ്യാ നിർണയം നടത്തണമെന്ന് ഔഗുസ്തോസ് കൈസർ കൽപ്പന പുറപ്പെടുവിച്ചു. കുറേന്യോസ് സുറിയായിലെ ദേശാധിപതി ആയിരിക്കുമ്പോഴാണ് ഈ ഒന്നാമത്തെ ജനസംഖ്യാ നിർണയം നടന്നത്. എല്ലാവരും പേരെഴുതിക്കുന്നതിന് അവരവരുടെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസെഫും ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും ഉള്ളവനായതുകൊണ്ട് ഗലീലിയയിലെ നസറേത്ത് എന്ന പട്ടണത്തിൽ നിന്ന് യഹൂദ്യയിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് പോയി. തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്നവളും ഗർഭിണിയുമായിരുന്ന മറിയയോടുകൂടെ പേര് ചേർക്കുന്നതിനായിരുന്നു അദ്ദേഹം അവിടേക്ക് പോയത്. അവർ അവിടെ ആയിരിക്കുമ്പോൾ പ്രസവിക്കാനുള്ള കാലം തികഞ്ഞു. അവൾ തന്റെ ആദ്യജാതനായ പുത്രനെ പ്രസവിച്ചു. അവർക്ക് വഴിയമ്പലത്തിൽ ഇടമില്ലാതിരുന്നതുകൊണ്ട് അവൾ അവനെ ശീലകളിൽ പൊതിഞ്ഞ് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി. ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാത്തുകൊണ്ട് വെളിംപ്രദേശത്ത് താമസിച്ചിരുന്നു. കർത്താവിന്റെ ഒരു ദൂതൻ അവർക്ക് പ്രത്യക്ഷനായി. കർത്താവിന്റെ തേജസ് അവർക്ക് ചുറ്റും മിന്നി. അവർ ഭയപരവശരായി തീർന്നു. എന്നാൽ ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, സകല ജനങ്ങൾക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തിന്റെ സുവാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകളിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ വലിയൊരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നു പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇടയന്മാർ, നമുക്ക് ബെത്ലഹേമിൽ ചെന്ന് കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം കാണാം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ തിടുക്കത്തിൽ ചെന്ന് മറിയയെയും യോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ടതിന് ശേഷം അവർ ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞിരുന്ന വാക്ക് എല്ലാവരെയും അറിയിച്ചു. അത് കേട്ട എല്ലാവരും ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. എന്നാൽ മറിയ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളെ അറിയിച്ചിരുന്നതുപോലെ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത സകല കാര്യങ്ങൾക്കായും ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് ഇടയന്മാർ മടങ്ങിപ്പോയി. 8 ദിവസം പൂർത്തിയായപ്പോൾ ശിശുവിന്റെ പരിച്ഛേദനത്തിന്റെ സമയത്ത് അവൻ ഗർഭത്തിൽ ജനിക്കും മുൻപ് ദൂതൻ നിർദ്ദേശിച്ചിരുന്നതുപോലെ അവന് യേശു എന്നു പേര് നൽകി. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ യോസേഫും മറിയയും അവനെ കർത്താവിന് സമർപ്പിക്കേണ്ടതിനായി യെരുശലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിനായി വിശുദ്ധീകരിക്കപ്പെടണം എന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ചും ഒരു ജോഡി കുറുപ്രാവുകളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ യാഗം കഴിക്കേണ്ടതാകുന്നു എന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് അനുഷ്ഠിക്കുന്നതിനുമാണ് അവർ പോയത്. യെരുശലേമിൽ ശിമ്യോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നീതിമാനും ഭക്തനും ആയിരുന്നു. ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നതിനു മുൻപ് മരിക്കയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തിന് വെളിപ്പാട് ലഭിച്ചിരുന്നു. അദ്ദേഹം പരിശുദ്ധാത്മ നിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെന്നു. യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിൽ വിധിച്ചിരിക്കുന്നത് നിർവഹിക്കുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ ശിമ്യോൻ അവനെ കൈകളിലെടുത്ത് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നാഥ, അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ ഇപ്പോൾ അവിടുത്തെ ദാസനെ സമാധാനത്തോടെ വിട്ടയച്ചാലും വിജാതീയർക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രയേലിന്റെ മഹത്വവുമായി അവിടുന്ന് സകല ജനങ്ങളുടെയും മുമ്പാകെ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എന്റെ കണ്ണ് കണ്ടിരിക്കുന്നുവല്ലോ. ശിശുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിൽ അവന്റെ മാതാപിതാക്കൾ വിസ്മയിച്ചു. പിന്നെ ശിമ്യോൻ അവരെ അനുഗ്രഹിച്ചിട്ട് അവന്റെ അമ്മയായ മറിയയോട് പറഞ്ഞു: ഈ ശിശു ഇസ്രയേലിൽ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും ഇടയാക്കേണ്ടതിനും
അനേകം ഹൃദയങ്ങളിലെ വിചാരങ്ങൾ വെളിപ്പെടുത്തേണ്ടതിന് എതിർത്തു പറയപ്പെടുന്ന ഒരു അടയാളമായിരിക്കേണ്ടതിനും നിയമിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിലൂടെയും ഒരു വാൾ തുളച്ചു കയറും. ആശേർ ഗോത്രത്തിൽപ്പെട്ട ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചിക ഉണ്ടായിരുന്നു. അവൾ വളരെ വയസ്സു ചെന്നവളും വിവാഹം കഴിഞ്ഞ് 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചിട്ട് 84 വയസ്സുവരെ വിധവയും ആയിരുന്നു. അവൾ ഒരിക്കലും ദേവാലയം വിട്ടുപോകാതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് രാപ്പകൽ ആരാധന നടത്തിപ്പോന്നു. ഈ സന്ദർഭത്തിൽ അവൾ അവരുടെ അടുക്കൽ വന്ന് ദൈവത്തെ സ്തുതിച്ച് യെരുശലേമിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നതെല്ലാം നിർവഹിച്ച ശേഷം യോസഫും മറിയയും തങ്ങളുടെ സ്വന്തം പട്ടണമായ നസറേത്തിലേക്ക് മടങ്ങിപ്പോയി. പൈതൽ വളർന്ന് ശക്തിപ്പെട്ടു, ജ്ഞാനത്താൽ നിറഞ്ഞു. ദൈവകൃപയും ആ ശിശുവിന്റെ മേൽ ഉണ്ടായിരുന്നു. അവന്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകുക പതിവായിരുന്നു. യേശുവിന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാളിന് ശേഷം മാതാപിതാക്കൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ തന്നെ താമസിച്ചു. അവരോ അതറിഞ്ഞില്ല. അവൻ തങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് കരുതി അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. പിന്നെ ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും ഇടയിൽ അവനെ അന്വേഷിപ്പാൻ തുടങ്ങി. കാണാതായപ്പോൾ ബാലനെ തിരയുവാൻ അവർ യെരുശലേമിലേക്ക് തിരികെ പോയി. 3 ദിവസത്തിനു ശേഷം അവർ യേശുവിനെ ദൈവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് അവരുടെ ഉപദേശം ശ്രദ്ധിക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. അവന്റെ വാക്കുകേട്ട എല്ലാവരും അവന്റെ ജ്ഞാനത്തിലും ഉത്തരങ്ങളിലും വിസ്മയിച്ചു. യേശുവിനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ ആശ്ചര്യപ്പെട്ടു. മാതാവ് അവനോട്, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ അപ്പനും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ തിരയുകയായിരുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ എന്നെ തിരഞ്ഞതെന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ യേശു അവരോടുകൂടെ നസറേത്തിലേക്ക് പോയി അവർക്ക് കീഴടങ്ങി ജീവിച്ചു. അവന്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രസാദത്തിലും മുതിർന്നു വന്നു.